പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ വന്ദനം അറിയിക്കുന്നു. ഞാൻ ഇന്ന് ഒരു പ്രത്യേകമായ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും അറിവിലേക്ക് വിശുദ്ധ തിരുവനന്തപുരത്തിൽ കൂടെ ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ഒരുപക്ഷെ മറ്റ് മാധ്യമങ്ങളിലൂടെയെല്ലാം നാം ഏവരും ഈ ദിവസങ്ങളിൽ അടുത്ത് അറിഞ്ഞ വളരെ റെലവൻ്റായിട്ട് നിൽക്കുന്ന ഒരു വാർത്തയാണ് അമേരിക്കയിലെ കാലിഫോർണിയ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ലോസ് ആഞ്ചലീസ് എന്ന് പറയുന്ന പ്രദേശത്തുണ്ടായ വലിയൊരു തീപിടുത്തത്തിൻ്റെ വാർത്ത. ആ വാർത്ത ലോകമെങ്ങും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആ വാർത്തയെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ ഞാൻ കേൾക്കുവാൻ തൊക്കെ ഇടയായിത്തീർന്നു. എന്നാൽ അതിൽ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ പല പ്രിയപ്പെട്ടവരും പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ കൂട്ടത്തിൽ തന്നെ പെന്തക്കോസ്ത വിശ്വാസത്തിൽ നിൽക്കുന്നതായ പല പാസ്റ്റർമാരും പല വിശ്വാസികളും ഈ ഉണ്ടായിട്ടുള്ള ഈ വലിയ ദുരന്തത്തെ വിശുദ്ധ വേദപുസ്തകവുമായിട്ടും ആ സംസ്ഥാനത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ വലിയ പാപമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി പല വീഡിയോകളും പല പ്രസംഗങ്ങളും ഒക്കെ എനിക്ക് കേൾക്കുവാനായിട്ട് ഇടയായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ച് കണ്ട ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അമേരിക്കയിൽ ഇങ്ങനെ ഒരു വലിയ ദുരന്തം സംഭവിച്ചപ്പം അതിനെ ഒരു വലിയ ആഘോഷമാക്കി മാറ്റിയ പല രാജ്യങ്ങളുമുണ്ട്. മുസ്ലിം ഭൂരിപക്ഷമുള്ള പല രാജ്യങ്ങൾ, പ്രത്യേകിച്ച് പാകിസ്ഥാനൊക്കെ അതിനെ വളരെ ഒരു ആഘോഷമാക്കി മാറ്റുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ത്യയിലെ കേരളത്തിലും മുസ്ലിം വിഭാഗം അധികമായി പാർക്കുന്ന പലയിടത്തും അതിനെ പടക്കം പൊട്ടിച്ചും തെരുവിലിറങ്ങിയും ഒക്കെ വലിയൊരു ആഘോഷമാക്കി മാറ്റി. എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തൊരു കാര്യം, ഒരു വലിയ ദുരന്തത്തെ എങ്ങനെയാണ് നമുക്ക് ആഘോഷമാക്കി മാറ്റാനായിട്ട് കഴിയുന്നത്? ഞാൻ ആദ്യം തന്നെ ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നത്, കാലിഫോർണിയ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടായ ഒരു തീപിടുത്തമല്ലിത്, അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ഫയർ അല്ലിത്. എല്ലാ വർഷവും ഇവിടെ തീപിടുത്തം ഉണ്ടാകാറുണ്ട്. അമേരിക്കയിൽ 50 സംസ്ഥാനങ്ങളാണുള്ളത്. അതിൽ പൊതുവെ അല്പം ചൂടും ഒക്കെയുള്ള ഒരു സംസ്ഥാനമാണ് കാലിഫോർണിയ. അതിശൈത്യമൊന്നുമില്ലാത്ത വരണ്ട കാലാവസ്ഥയുള്ള ഒരു പ്രകൃതിയാണ് കാലിഫോർണിയയ്ക്കുള്ളത്. അമേരിക്കയിൽ തന്നെ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനം കൂടെയാണ് കാലിഫോർണിയ. കാലിഫോർണിയയുടെ മറ്റ് പ്രത്യേകതകൾ, ഒരുപാട് സെലിബ്രിറ്റീസ് താമസിക്കുന്ന ഒരു സംസ്ഥാനമാണ്. സിനിമാ നടന്മാർ, അങ്ങനെ ആ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഹോളിവുഡും ബോളിവുഡും എല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരുപാട് ജീവിത ചെലവുകൾ ഉള്ള ഒരു സംസ്ഥാനമാണ്. ഒരുപാട് അതിസമ്പന്നർ ആയതിനാൽ തന്നെ പാർക്കുന്ന ഒരു സംസ്ഥാനം കൂടെയാണ് കാലിഫോർണിയ. അവിടെ ലോസ് ആഞ്ചലീസ് എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് പർവ്വതനിരകളിലെ തീപിടുത്തമുണ്ടായി. കുറച്ച് പേരൊക്കെ അവിടെ മരണപ്പെടുകയുണ്ടായി. ഒരുപാട് വീടുകളും കെട്ടിടങ്ങളുമൊക്കെ ഈ വലിയ ദുരന്തത്തിൽ നശിച്ചുപോയി. ബില്യൺ കണക്കിന് ഡോളറിൻ്റെ വലിയൊരു നഷ്ടമുണ്ടായിട്ടുണ്ട്. ഇതെല്ലാ വർഷവും ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് ഈ ദുരന്തത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടി അവിടെ ഒരു പ്രത്യേകം എയർപോർട്ട് തന്നെയുണ്ട്. അവിടെ വെള്ളം തളിക്കുന്നതിനുള്ള എയർക്രാഫ്റ്റുകൾ, ഹെലികോപ്റ്ററുകൾ, അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി വച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രാവശ്യം ഇത്രയും വ്യാപകമായി സംഭവിക്കുകയും ആൾനാശം ഉണ്ടാകുകയും വീടും കെട്ടിടങ്ങളും തീക്കിരയാകുകയും ചെയ്തതെന്ന് ചോദിച്ചാൽ,
ആ സന്ദർഭങ്ങളിലൊക്കെ ഞാൻ താമസിക്കുന്ന പെൻസിൽവാനിയ എന്ന് പറയുന്ന സംസ്ഥാനത്തു നിന്നും ബൈ എയർ കാലിഫോർണിയയിൽ ചെല്ലണമെങ്കിൽ പോലും ഏകദേശം 4-5 മണിക്കൂർ ഫ്ലൈ ചെയ്യണം. അത്രയ്ക്ക് ദൂരത്ത് കിടക്കുന്നൊരു സംസ്ഥാനമാണ്. ആ സന്ദർഭങ്ങളിലെല്ലാം ഇവിടെയും ശക്തമായ കാറ്റുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആ സമയത്തൊക്കെ ഇവിടെ ടെമ്പറേച്ചറൊക്കെ ഇവിടെ ശൈത്യ സമയമാണ്. -6 ഡിഗ്രി, 7 ഡിഗ്രി, 8 ഡിഗ്രി, 9 ഡിഗ്രി, അത് 15 ഡിഗ്രി വരെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആ സന്ദർഭങ്ങളിലൊക്കെ ഈ കാറ്റ് കാരണം ഫീൽ ചെയ്യുന്ന അത്രയുമാണ് ആ സമയത്തെ തണുപ്പെങ്കിലും, അത്രയും ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണെങ്കിലും, പക്ഷെ അത് ഫീൽ ചെയ്യുന്നത് അതിനെക്കാട്ടിലും ചിലപ്പം 20-21 മൈനസ് ഞാൻ പറയുന്നത് അത്രയും ഫീൽ ചെയ്യുമായിരുന്നു കാറ്റ് കാരണം. ആ സമയത്ത് പസഫിക് സമുദ്രത്തിൽ നിന്നും വീശിയടിച്ച് 160 കിലോമീറ്റർ സ്പീഡിൽ കാറ്റടിക്കുന്നതുകൊണ്ട് ഈ തീ വ്യാപകമായിട്ട് പടരുകയുണ്ടായി. അതായത് ഇപ്പോൾ ഒരു മലമ്പ്രദേശത്ത് അതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും തീ പടർന്നിട്ട് ആ മലമുകളിലൊക്കെ വീട് വെച്ച് താമസിക്കുന്ന പലർക്കും രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥയിൽ നിന്നും, അതായത് വലിയ അതിശൈത്യം ഇങ്ങനെയുള്ളതും രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെയുള്ള കെട്ടിടങ്ങൾ, വീടുകളെല്ലാം നിർമ്മിക്കുന്നത് പ്രധാനമായിട്ടും തടി ഉപയോഗിച്ചാണ്. തറയിടുന്നതും അതിൻ്റെ ചുവരുകളും എല്ലാ നിർമ്മിതികളും തന്നെ അതിൻ്റെ ബേസ്മെൻറ്റ് മാത്രമായിരിക്കും കോൺക്രീറ്റിലും അങ്ങനെയുള്ള വസ്തുക്കളിൽ നിർമ്മിക്കുന്നത്. പുറമേ കാണുന്ന ചുവരുകളെല്ലാം തന്നെ അത് തടിയിലും അകത്തെ പാക്കിങ്ങും ഒക്കെ വെച്ചിട്ടൊരു നിർമ്മിതിയാണ്. ഒരു തീപിടുത്തം ഉണ്ടായാൽ അത് പെട്ടെന്ന് മൊത്തമേ നശിച്ചു പോകും. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിലെ, ഇന്ത്യയിലൊക്കെ ഒരു കാലാവസ്ഥയ്ക്ക് പോലെ നമുക്ക് ബ്രിക്സും അല്ലെങ്കിൽ സിമെൻറ്റും ഒക്കെ ഉപയോഗിച്ചുള്ള പണികൾ വളരെ കുറവാണ്, അതായത് ഭൂമിക്ക് പുറത്തോട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ ഒരു തീപിടുത്തമുണ്ടായാൽ പെട്ടെന്ന് തന്നെ ഈ കെട്ടിടങ്ങളൊക്കെ കത്തി നശിച്ചു പോകുന്നതിന് ഇടയായിത്തീരും. അടുത്തായിട്ടൊരു കാര്യം, ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം വിസ്തൃതി കൊണ്ടൊരു വലിയ രാജ്യമാണ്. ഇന്ത്യയുടെ ഒരു 3 ഇരട്ടി ഒക്കെ വലിപ്പമുള്ളൊരു രാജ്യമാണ്. അപ്പോൾ ഇവിടുത്തെ മൊത്തം പോപ്പുലേഷൻ എന്ന് പറയുന്നത് 34 കോടി ജനം. ഇന്ത്യയിലെ 140 കോടി ജനം അധിവസിക്കുമ്പം അതിൻ്റെ 3 ഇരട്ടി വലിപ്പമുള്ള ഒരു രാജ്യത്ത് 34 കോടി ജനമാണ് അധിവസിക്കുന്നത്. എവിടെ നോക്കിയാലും ഇവിടെ മരം വളരെ നിബിഡമായി, ഓരോ വീടുകളും കണ്ടാൽ ഓരോ വനത്തിലിരിക്കുന്ന പോലെയാണ് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നത്. പട്ടണങ്ങളല്ലാത്ത സ്ഥലങ്ങളിൽ, കൗണ്ടി പോണക്കുള്ള സ്ഥലങ്ങളിൽ. അപ്പം മൊത്തം ഇന്ത്യയുടെ വിസ്തൃതി വരുന്ന അത്രയും സ്ഥലം ഇവിടെ വേണമെങ്കിൽ ഫോറസ്റ്റ് തന്നെ, അല്ലെങ്കിൽ മരങ്ങളുണ്ട്. മരത്തിന് തടിക്കൊന്ന് യാതൊരു ദൗർലഭ്യമില്ല. എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് തടിയിലാണ്. നമ്മളിപ്പോൾ ഒരു വലിയ കെട്ടിടത്തിൽ കയറിയാൽ അതിൻ്റെ തറ മുതൽ സൈഡ് മുതൽ കംപ്ലീറ്റ് അതിൻ്റെ സീലിംഗ് എല്ലാം തടിയിലുണ്ടാക്കിയിരിക്കുകയാണ്. ഞാൻ ഓർപ്പിച്ചോളെ, ഇന്ത്യ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ അത്രയും തന്നെ വിസ്തീർണം ഇവിടെ വനങ്ങളായിട്ട് മൊത്തം കൂട്ടിയാൽ കാണും. അപ്പോൾ അതിൻ്റെ അകത്തൊരു 45,000 ഏക്കർ സ്ഥലം ഇവിടെ ഇപ്പം കത്തി നശിച്ചിരിക്കുകയാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു തത്വമുണ്ട്. പ്രിയമുള്ളവരെ, ലോകത്തിൽ ഇത് അനേക സംവത്സരങ്ങളായിട്ട് ഇതിൻ്റെ ആദ്യകാലം ഒരുപാട് പ്രകൃതിദത്തമായിട്ടുള്ള ദുരന്തങ്ങൾ, വലിയ വെള്ളപ്പൊക്കങ്ങൾ, വലിയ തരത്തിലുള്ളതായ ഉഷ്ണതരംഗങ്ങൾ, വലിയ ഭൂകമ്പങ്ങൾ, സുനാമികൾ, ഇങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റീസ്, ഡിസാസ്റ്റർ, വലിയ ദുരന്തങ്ങൾ. നമുക്കറിയാം, ചരിത്രത്തിൽ ഒരുപാട് ഡാമുകൾ അത് കൊളാപ്സ് ആയിട്ടുണ്ട്, പൊട്ടിപ്പോയിട്ടുണ്ട്, വലിയ നിർമ്മിതികൾ, പാലങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ക്രിസ്തീയ രാജ്യമെന്നോ ഇസ്ലാമിക രാജ്യമെന്നോ ഒരു ഹൈന്ദവ രാജ്യമെന്നൊന്നും അതിന് പ്രത്യേകതയില്ല. നമുക്കറിയാം, ഈ അടുത്തിടെ വയനാട്ടിലുണ്ടായ ഒരു ലാൻഡ് സ്ലൈഡ്, ഒരു മല ഇടിഞ്ഞ് അവിടെ വലിയ ഉരുൾപൊട്ടലുണ്ടായിട്ടൊരു മല ഇടിഞ്ഞ് പോന്നിട്ട് ഒരുപാട് പേര് മരണപ്പെട്ടു. ഒരുപാട് പേരെ ഇന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പം ദൈവത്തിൻ്റെ കോപം കേരളത്തിൽ ജ്വലിച്ചു എന്ന് നമ്മൾ പറയുന്നത് അതിനെ മറ്റൊരു സമുദായം അല്ലെങ്കിൽ മറ്റ്
ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കൂട്ടരാഘോഷമാക്കി തീർക്കുന്ന ഒരിക്കലും അത് ദൈവീകമോ ദൈവസ്നേഹത്തിൻ്റെ പുറത്തോ ചെയ്യുന്നൊരു കാര്യമല്ല. സൗദിയിൽ അവിടെ ഈ മക്കയിൽ ഒരുപാട് പേർ അവരുടെ ഉത്സവം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ആ സീസണിൽ സഞ്ചരിക്കാറുണ്ട്. ക്രൗഡ് നിമിത്തമായിട്ട്, വലിയ ആൾക്കൂട്ട നിമിത്തം ഒരുപാട് അപകടങ്ങൾ, മരണങ്ങൾ, 1300 പേർ ഒരു പ്രാവശ്യം മരിച്ചത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശബരിമലയിൽ പല അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ആൾ കൂടുന്ന, ഇന്നിപ്പോൾ ഞാൻ വാർത്ത കണ്ടു, പ്രദേശത്തിലെ അലഹബാദിൽ, ഇപ്പോഴതിന് പ്രയാഗ്രാജ് എന്നാണ് പേരിട്ടിരിക്കുന്നത്, 45 കോടി ജനം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേള നടക്കുകയാണ്. 12 വർഷത്തിലൊരിക്കലാണ് കുംഭമേള. അതിപ്പം 144 വർഷം കൂടി വരുമ്പോൾ മഹാകുംഭമേളയായിട്ട് 60 കോടി ആൾക്കാർ പങ്കെടുക്കുന്ന കണക്കാക്കുന്ന, ഇപ്പം തന്നെ 10-20 കോടി കഴിഞ്ഞു. ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഒരു തീപിടുത്തമുണ്ടായി. പെട്ടെന്ന് തന്നെ അത് അണച്ചു. ആളപായമൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അമേരിക്കയിലെ ചരിത്രം നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി ഒരുപാട് ഇവിടുത്തെ നിർമ്മിതികൾ, ഡാം തകർന്നിട്ടുണ്ട്, ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഡാം തകർന്നിട്ടുണ്ട്, ചൈനയിൽ ഡാം തകർന്നിട്ടുണ്ട്. അപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള രാജ്യമായാലും ബുദ്ധമത ചിന്താഗതിയുള്ള മതം വിശ്വസിക്കുന്ന രാജ്യമായാലും ക്രൈസ്തവ ജനത ജീവിക്കുന്ന രാജ്യമായാലും ഹൈന്ദവ ജന രാജ്യമായാലും നാച്ചുറൽ കലാമിറ്റീസും പ്രകൃതി ദുരന്തങ്ങൾ, വലിയ പകർച്ചവ്യാധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ചൈനയിൽ ഇന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു വൈറസ് കോവിഡ്, അത് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ചെന്നു. ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ മരണപ്പെട്ടു. ഒരുപാട് പേർ ഇന്നും അതിൻ്റെ പല വിധത്തിലുള്ളതായ സൈഡ് എഫക്റ്റുകൾ, അതിൻ്റെ രോഗത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതൊക്കെ കണ്ടതിലും കേട്ടതിലും കൂടെ എനിക്ക് വിശുദ്ധ വേദോസ്തവത്തിൽ കൂടെ നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ടുണ്ട്. ഇപ്പം പാകിസ്ഥാൻ ഇതിനെ വലിയൊരു ആഘോഷമാക്കി മാറ്റി. പ്രത്യേകിച്ച് ഇസ്രായേലും ഗസയും ഒക്കെ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന കാരണത്താൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ, ഒരുപക്ഷെ ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ ഒക്കെ അതിനെ വലിയ ആൾക്കാർ നൃത്തം ചെയ്യുകയും ദൈവത്തിൻ്റെ കോപമാണ്, ദൈവം അമേരിക്കയോട് കോപിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ ആഘോഷമാക്കി മാറ്റുമ്പം നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ള ഒരുപാട് ഇതുപോലൊക്കെയുള്ള കലാമിറ്റീസ്, പ്രകൃതിദത്തമായിട്ടുള്ള ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കം, ഇതുപോലൊക്കെയുള്ള അപകടങ്ങൾ, പകർച്ചവ്യാധികളുടെ സമയത്തൊക്കെ മറ്റനേക രാജ്യങ്ങൾ നമ്മളെ ആ സമയത്ത് സഹായിച്ച കാര്യം നമ്മൾ മറന്നുപോയി. നമുക്ക് വസ്ത്രങ്ങളും ഭക്ഷണവും മരുന്നും ഒക്കെ എത്തിച്ച് നമ്മളെ സഹായിച്ച, ഇപ്പോൾ ഇവിടെ ഗസയിലൊക്കെ യുദ്ധം നടക്കുമ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് മരുന്നുകളും ഭക്ഷ്യവസ്തുക്കളും എത്തിച്ചു കൊടുക്കുന്ന മനുഷ്യത്വത്തെ നമ്മൾ മറന്നുപോയി. നമ്മളൊരു ദുരന്തത്തെ ആഘോഷമാക്കിയിട്ട് അത് ദൈവത്തിൻ്റെ കോപമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് ദൈവത്തെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്കറിയത്തില്ല. അല്ല, നിങ്ങളുടെ ദൈവം ഏതാണെന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. അങ്ങനെ ആഘോഷമാക്കുന്ന ഉപദേശിമാരെ, വിശ്വാസികളെ, എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾ സേവിക്കുന്നത് ഏത് ദൈവത്തെയാണ്? നിങ്ങൾ ഏത് ദൈവത്തിൻ്റെ മക്കളാണ്? നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ, മത്തായിയുടെ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ ഗിരിപ്രഭാഷണത്തിൽ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യം 5-ാം അധ്യായത്തിൽ ഞാൻ വായിക്കുന്നത് 43-ാമത്തെ വാക്യം മുതൽ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് 5:43, കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളിച്ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് പഴയ നിയമത്തിൻ്റെ ഒരു പ്രമാണമായിരുന്നു, പല്ലിന് പകരം പല്ല്. അതായത് ശത്രുവിനെ പകയ്ക്കുക എന്ന പ്രമാണം പഴയ നിയമത്തിലെ പ്രമാണമായിരുന്നു. അവിടെ നമുക്കൊരുപാട് യുദ്ധങ്ങളും കൊല്ലും കൊലയും രാജാക്കന്മാരുടെ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ യഹോവയായ ദൈവം നോഹയുടെ കാലഘട്ടത്തിൽ പാപത്തിലാണ്ടുപോയ
ഭൂമിയെ, ജനതയെ ദൈവം ന്യായം വിധിച്ചു വെള്ളപ്പൊക്കം കൊണ്ട്. ലോകത്തിൻ്റെ കാലഘട്ടത്തിൽ സോദോം ഗോമോറായ ദൈവം ന്യായം വിധിച്ചു. അപ്പോൾ ഈ ചുവടൊക്കെ വെച്ചുകൊണ്ട്, ഈ അറിവൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇന്നും നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുകയും നമ്മൾ ഇന്ന് ഈ 2025 കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നമ്മൾ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളത് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഈ വാക്യം ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ട് ചില കാര്യങ്ങൾ കൂടി ഓർപ്പിക്കാൻ താല്പര്യപ്പെടും. ദയവായിട്ട് ആദ്യത്തെ പാർട്ട് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ രണ്ടാമത്തെ പാർട്ടൂടെ കേൾക്കണം എന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ ഓർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.